ഞാനങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. തോപ്പിൽ ഭാഷയെ കൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതാൻ ആലോചിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇത് എടുക്കാൻ പുള്ളിക്ക് പറ്റാതെ പോയി. പകരം അയാൾ എടുത്തത് വീട്ടി നന്ദകുമാറിൻ്റെ 2 പെൺകുട്ടികൾ എന്ന് പറയുന്ന നോവലായിരുന്നു. അതും ലെസ്ബിയനിസത്തെ ബേസ് ചെയ്തുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതിയായിരുന്നു. എൻ്റെ കഥയാണെങ്കിൽ ലെസ്ബിയനിസം അല്ലെങ്കിലും പ്രായം കുറഞ്ഞ ഒരാൾക്ക് ഒരു കുറച്ച് മധ്യ വയസ്സിലുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധത്തിൻ്റെ കഥയായിരുന്നു അത്. നന്ദി വീണ്ടും വരും. ഏതായാലും നറുക്ക് വീണത് മറ്റേ നോവലിനാണ്. അങ്ങനെ ആ നോവല്, നന്ദകുമാറിൻ്റെ നോവൽ പുള്ളി സിനിമയാക്കുന്നു. പക്ഷേ സ്റ്റാലിനി അവിടെ കൊണ്ട് വിട്ടില്ല. സ്റ്റാലിനി എന്നെ വിടാതെ എന്നെക്കൊണ്ട് പാട്ട് എഴുതിക്കാനുള്ള തീരുമാനത്തിൽ. അങ്ങനെയാണ് മോചനത്തിലെത്തുന്നത്. കാക്കനാടൻ ചെന്ന് സംസാരിക്കുമ്പോൾ കാക്കനാട് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നു. സ്റ്റാലിനി അത് ഏറ്റുപിടിക്കുന്നു. കാരണം അവിടെ യാതൊരു സംശയവുമില്ല. സാധാരണ സ്റ്റാലിനിയുടെ പടത്തിന് പാട്ട് എഴുതുന്നതൊക്കെ വയലാർ രാമവർമ്മയോ ശ്രീകുമാരൻ തമ്പിയോ ഒക്കെയാണ്. പക്ഷേ ഇത്തവണ ശ്രീകുമാരൻ തമ്പിയെ മാറ്റിയിട്ട് ഈ 4 പാട്ടുകളും രായനെ കൊണ്ട് എഴുതിക്കാം എന്ന് കാക്കനാടൻ പറയും, ബേബിച്ചായം പറയുമ്പോൾ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുകയും